നമുക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടല്ലേ. നമുക്കിപ്പോൾ എന്തിനോടെങ്കിലും ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ എന്ത് ചെയ്യും, നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആവും. അല്ലെങ്കിൽ നമ്മുടെ ചിലപ്പോൾ അതിനെപ്പറ്റിയുള്ള കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിലേക്ക് എത്താനുള്ളൊരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്നത്. ഇവൻ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ നമ്മൾ സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഈവൻ നമുക്കിഷ്ടം വെഹിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പാർട്സ് എങ്ങനെ, എഞ്ചിൻ എങ്ങനെ, അത് ഓടിച്ചാൽ എങ്ങനെ, കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കത് കിട്ടിയാലും കിട്ടുന്നത് വരെ എന്താ പറയുക, നമ്മൾ അതെങ്ങനെയാണെന്നുള്ള അല്ലെങ്കിൽ അതിലേക്ക് എത്താനുള്ളൊരു മോട്ടീവ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, ആ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണല്ലേ. സോ നമ്മളിപ്പോൾ ഏതൊരു സർവീസിനെ കുറിച്ച് ആയിക്കോട്ടെ, സർവീസിലേക്ക് നമ്മൾ എത്താൻ അല്ലെങ്കിൽ സിവിൽ സർവീസ് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു മോട്ടീവ് നമുക്ക് കാണുന്നത് ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ പോയിട്ടാ ലെബസ്റ്റേനെ പറ്റി കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിനുശേഷം ഓരോ പവറിലിരിക്കുന്ന ഓഫീസേഴ്സിനെ പറ്റി കാണുന്നുണ്ടാവും, അവർ ചെയ്ത നല്ല നല്ല കുറേ പ്രവൃത്തികളെ പറ്റി അറിയുന്നുണ്ടാവും. സോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സർവീസ് കൊള്ളാം, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് എന്നൊക്കെ തീരുമാനിക്കുന്നതല്ലേ. ഈവൻ നമ്മളിപ്പോൾ ഇതേപോലെ തന്നെയാണ് ഫോറിൻ സർവീസിനെ പറ്റി പറയുന്ന സമയത്തും അതിൻ്റെ ട്രെയിനിങ് എങ്ങനെയാണ്, ആഫ്റ്റർ ലൈഫ് എങ്ങനെയാണ്, ആഫ്റ്റർ ഗെറ്റിംഗ് ടു ജോബ് എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ലൈഫ്, അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ക്യൂരിയസ് ആവും. അപ്പോൾ ഈ ഒരു ഫോറിൻ സർവീസിനെ പറ്റി പറയുന്ന സമയത്ത് എന്താ പറയുക, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ട്രാവലിംഗ് നിങ്ങൾക്കുള്ളതാണ് ഫോറിൻ സർവീസ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ് ഡിപ്ലോമാറ്റിക് സൈഡ് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്ത് പറയുന്ന സമയത്ത് നിങ്ങളിപ്പം ഒരു അബ്രോഡ് ഓവർസീ ഒക്കെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ സർവീസ് കിട്ടുന്നത് വലിയൊരു ബെനിഫിറ്റ് തന്നെ ആണ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങൾക്ക് 3 years കൂടുന്ന സമയത്ത് ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നു, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പല സ്ഥലത്ത് ഇങ്ങനെ പോകാം. മേ ബി നിങ്ങൾ ഈ ഒരു ഇയർ ഉള്ളത് ഒരു കാനഡയിലാണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് ആഫ്രിക്കയിൽ പോകാം. അപ്പോൾ അവിടെ കണ്ടില്ലേ, രണ്ടും 2 ക്ലൈമറ്റാണ്, 2 കൾച്ചേഴ്സാണ്, അത്രയും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. അങ്ങനെ അത് അറിയണമല്ലോ അല്ലേ, അറിഞ്ഞാലല്ലേ നമുക്ക് എങ്ങനെയാണ് അതിലേക്കുള്ള സെലക്ഷൻ കിട്ടുള്ളൂ എന്നൊക്കെ അറിയുള്ളൂ. അപ്പോൾ സെലക്ഷനെ പറ്റിയിട്ട് പറയാം. ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻട്രി ടിക്കറ്റ് കിട്ടുന്നത് എപ്പോഴും സിവിൽ സർവീസ് എക്സാമിനേഷനിലൂടെ മാത്രമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം വരുന്ന പോസ്റ്റിംഗ് അല്ലെങ്കിൽ വാക്കൻസിക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോസ്റ്റ് അലോട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഫോറിൻ സർവീസ് ഒക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിമലായിട്ട് മാത്രമാണ് അല്ലെങ്കിൽ വാക്കൻസി കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ റാങ്ക് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ ഒരു സർട്ടൻ പീരീഡിന് മുന്നേ വരെ ആക്ച്വലി ആളുകൾ കുറച്ചുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുകയും IFS ഒക്കെ ഒരു 3rd പ്രയോറിറ്റി ആയിട്ട് കൊടുത്ത ആളുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരുവിധ ആളുകളുടെ ഒക്കെ 1st പ്രയോറിറ്റി അല്ലെങ്കിൽ 2nd പ്രയോറിറ്റി IFS ആണ്. കാരണം ആളുകൾ കുറച്ചുകൂടി വൈഡായിട്ട് പുറത്തേക്കൊക്കെ പോകണം എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, IFS കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ സിവിൽ സർവീസിൽ ഏറ്റവും എന്ത് ചെയ്യുക, ഒരു 100 താഴെ തന്നെയുള്ള ഒരു സ്കോർ അച്ചീവ് അല്ലെങ്കിൽ ഒരു റാങ്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല റാങ്ക് കിട്ടുന്നു, നല്ല സ്കോർ കിട്ടുന്നു എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് IFS കിട്ടുക. സോ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ ആ സെഷൻ കഴിഞ്ഞിട്ടുള്ള സിവിൽ സർവീസിൻ്റെ എക്സാമിനേഷനിലൂടെയാണ് നമുക്ക് IFSലേക്കുള്ള ഫസ്റ്റ് പാസ് കിട്ടുന്നത്. പ്രീവിയസ് സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം കഴിയുന്നു, ഡയറക്റ്റ് നമ്മൾ ലെബസ്റ്റനയിലേക്ക് പോകുന്നു. ലെബസ്റ്റനയിൽ നിന്ന് 3 മാസത്തെ ഫൗണ്ടേഷൻ കോഴ്സ്, അത് എല്ലാവർക്കുള്ള ബേസിക് കോഴ്സാട്ടോ. പിന്നെ ഇവർക്ക് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യാൻ ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്. എല്ലാ സർവീസിലുള്ള ആളുകളും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഒരു എന്താ പറയുക, ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിക് ഒരു ഫ്ലോ എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു 3 മാസത്തെ ഫൗണ്ടേഷൻ കോഴ്സിൽ ഇവർക്ക് എല്ലാവർക്കും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. ഹിയർ വി ഗോ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസ്. ഇവിടെയാണ് ബാക്കിയുള്ള ഫുൾ ട്രെയിനിങ് പേർപ്പസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ നമ്മൾ മുന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള എല്ലാ സർവീസുകളെയും എടുത്ത് നോക്കുന്ന സമയത്ത് ഫോറിൻ സർവീസിനാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോസസ്സ് നടക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഫേസ് ആണ് ഇവർ, അല്ലെങ്കിൽ ബാക്കിയുള്ള പുറത്തുള്ള കൺട്രീസിനൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഫേസ് എന്ന് പറയുന്നത് ഈ ഡിപ്ലോമാറ്റ്സ് തന്നെയാണ്. സോ അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടല്ലേ. ഇവിടെ ഇവർക്ക് നടക്കുന്നത് മൾട്ടി ഫെസിലിറ്റേറ്റഡ് ആൻഡ് കോംപ്രിഹെൻസീവ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അതായത് എല്ലാത്തിനും പറ്റിയിട്ട് ഇവർക്ക് ഏറെക്കുറെ ഒരു ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുക, ഒരു ബേസിക് നോളജ് കൊടുക്കുന്നു, ഡിപ്ലോമാറ്റിക് ബേസിക് നോളജ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു SSIFSന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു നമുക്കറിയാം, ഏറെക്കുറെ നമ്മൾ സിവിൽ സർവീസിൻ്റെ എക്സാം പാസ്സാകുമ്പോഴേക്ക് തന്നെ നമ്മൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് അവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ലൈക്ക് ഇൻ്റർനാഷണൽ മാറ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പോകുന്ന സമയത്താണെങ്കിലും ഏറെക്കുറെ ഒരു കുഞ്ഞു ഐഡിയാസ് ഇവർക്ക് ഉണ്ടാവുമെങ്കിൽ കൂടി കുറച്ചുകൂടി സ്ക്രൂട്ടനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി
ഇൻ ഡെപ്തിൽ ഫോറിൻ സർവീസിനെ കുറിച്ചും ഡിപ്ലോമാറ്റിക് മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എന്താണ് ഇതിനെ പറ്റിയിട്ടൊക്കെ ഇവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നത് SSIFS വെച്ചിട്ടാണ്. ഫോറിൻ പോളിസികളെ കുറിച്ചൊക്കെ ഡിപ്ലോമാറ്റ്സ് എന്തിരിക്കണം, വെൽ ബോധേഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല അവെയർ ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് വേണ്ട സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മൾ പറയാറുണ്ട് ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി എപ്പോഴും ഭയങ്കര പീസ്ഫുൾ ആണ്, ഇതുവരെ ഉണ്ടായിരുന്നത് ഭയങ്കര പീസ്ഫുൾ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇപ്പം നമ്മൾ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലാണ് നമ്മുടെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ആളുകൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ആ ഒരു ബേസിക് സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഡെപ്ത് ക്ലാസ് ഒക്കെ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിഫറെൻറ്റ് മിനിസ്ട്രി വിങ്സുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ ഇവർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിലൂടെ ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു എല്ലാത്തിനെ പറ്റിയിട്ടും ഒരു ഐഡിയ വിത്തിൻ ഇന്ത്യ ഡൊമസ്റ്റിക് ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെ എന്തൊക്കെ ചേഞ്ചസ് ആണ്, അപ്പോൾ ഫോറിനേഴ്സിൽ നമുക്ക് ഇവിടുത്തെ നീഡ്സ് എന്തൊക്കെയാണ്, ഇവിടുത്തെ എറേഴ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഈ ഒരു ഡിപ്ലോമാറ്റ്സിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ ഈ ഡിപ്ലോമാറ്റ്സിൻ്റെയും അവരൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അവരൊക്കെ പറയാം നമ്മൾ ഡിപ്ലോമാറ്റിക്കിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് പുറത്തുള്ള കൺട്രീസിന് കുറച്ച് കൊടുക്കുക, അവരിൽ നിന്ന് മാക്സിമം നമുക്ക് ഇങ്ങോട്ട് ബെനിഫിറ്റ് കിട്ടുക എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യണമെന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര ക്ലെവറായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ നമ്മുടെ കൺട്രിയുടെ ഒരു അവസ്ഥ എന്തൊക്കെ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ്സ് വരണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്, അതിനെ നമുക്ക് ഒരു എക്സ്റ്റേണൽ സോഴ്സ് കൊണ്ട് എങ്ങനെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രോഗ്രസ് എങ്ങനെ കൊണ്ടുവരാം എന്നൊക്കെ നമ്മൾ അറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് തന്നെ വേരിയസ് വിങ്സുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ സെഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഭാരതത്തിൻ്റെ സോൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഭാരത് ദർശൻ കിട്ടും. ഈ IASനും IPSനും ഒക്കെ ഉള്ളതുപോലെ തന്നെ IFSകാർക്കും എന്തുണ്ട്, ഭാരത് ദർശൻ ഉണ്ട്. ഈ ഭാരത് ദർശൻ്റെ സമയത്ത് നമുക്ക് ഏറെക്കുറെ ഇന്ത്യനെ പറ്റിയിട്ട് ഒരു ഔട്ട്ലൈൻ കിട്ടുകയാണ്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്, ഡിഫറെൻറ്റ് വേരിയസ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, വേരിയസ് ഫുഡ്സ് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു വലിയൊരു ടൈമാണ്. ആൻഡ് ഇവർക്ക് ആൻഡമാൻ നിക്കോബാറിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടും. സോ അതായത് പാൻ ഇന്ത്യ, അതായത് മൊത്തത്തിൽ ഇന്ത്യയെ ഉള്ളുകൊണ്ട് അറിയാം എന്നുള്ളതാണ് ഈ ഭാരത് ദർശൻ്റെ ഒരു ഒരു കോർ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു ഫുൾ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു ലെക്ചേഴ്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ ഇന്ത്യ അറിയാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ആഫ്റ്റർ ദിസ് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കമ്പൽസറി ലാംഗ്വേജ് കോഴ്സാണ്. കമ്പൽസറി ഫോറിൻ ലാംഗ്വേജ് ട്രെയിനിങ് എന്നാണ് പറയുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ലാംഗ്വേജ് ഒപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫ്രഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ ജാപ്പനീസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഒപ്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ നേറ്റീവായിട്ടുള്ള കൺട്രിയിൽ പോയിട്ട് അത് പഠിക്കുക. അതായത് നമ്മൾ ആ ഒരു ലാംഗ്വേജിൽ വളരെയധികം പ്രൊഫിഷ്യൻ്റ് ആയിരിക്കണം. അത് കൂടാതെ നമ്മുടെ ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ പീരീഡ് തന്നെ നമ്മളുമായിട്ട് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള കുറച്ച് കൺട്രികളുണ്ട്. അവിടെ പോയിട്ട് ഇപ്പം ഈവൻ ശ്രീലങ്ക, ഭൂട്ടാൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സിൻ്റെ സമയത്ത് കിട്ടുന്നുണ്ട്. SSIFSൽ നടക്കുന്ന പ്രോഗ്രാം എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ് ട്രെയിനിങ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ഇതാണ് സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് അവരുടെ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സ്പെഷ്യൽ കോഴ്സ് ഫോർ ആസിയാൻ ഡിപ്ലോമാറ്റ്സ്, അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റിന് അല്ലെങ്കിൽ ഒരുപാട് മൾട്ടിനാഷണൽ ഓർഗനൈസേഷനെ പറ്റിയിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് ട്രെയിനിങ് കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ അബൌട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുവാണെങ്കിൽ ഇവരുടെ SSIFSൻ്റെ ഒരു ഹിസ്റ്ററി കണ്ടോ, എല്ലാം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കിട്ടുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കോപ്പറേഷൻ നോക്കുമ്പോൾ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു പോർഷൻ കാണാം. അതിനകത്ത് ഇത്രയും കൺട്രീസിൻ്റെ കണ്ടില്ലേ, ഇതൊക്കെ ആയിട്ട് കോലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ SSIFSൻ്റെ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രീലങ്ക, ഭൂട്ടാൻ അവിടെയൊക്കെ തുടങ്ങിയ കൺട്രീസിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പഠിക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഈ ഒരു SSIFSുമായിട്ടുള്ളൊരു കോർഡിനേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഇവിടുത്തെ ട്രെയിനിങ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാനുള്ള താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിലോട്ട് കയറാം. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അണ്ടറിലാണ് ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും അതായത് SSIFS റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സൈറ്റ് മനസ്സിലായല്ലോ. സോ ഗോ ആൻഡ് ചെക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കുറച്ചുകൂടി എക്സ്ട്രാ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ തന്നെ പോയിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണം, ഒരു ലാംഗ്വേജ് പഠിക്കണം, അതായത് ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോറിൻ ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കൺട്രിയിലേക്ക് പോവുക. അപ്പോൾ ഈവൻ ജാപ്പനീസ് ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ജപ്പാനിൽ പോവുക, അതിന് നേറ്റീവായിട്ട് സംസാരിക്കുന്നിടത്ത് പോവുക, ലാംഗ്വേജ് കോഴ്സിന് ചേരുക, അവിടുന്ന് അത് ടെസ്റ്റ് പാസ്സാവുക. നമ്മൾ ഈ ഒരു സർവീസിലോട്ട് കയറുന്നതിന് മുന്നേ, സർവീസിലേക്ക് നമ്മൾ എൻറോൾ ആവുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലാംഗ്വേജിൽ പ്രൊഫിഷ്യൻ്റ് ആണ് എന്നുള്ള എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. സോ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് പോസ്റ്റിംഗ് എന്നുള്ളൊരു ക്രൈറ്റീരിയ വരുന്നത് നമ്മൾ ഏത് ലാംഗ്വേജ് ആണ് ഓപ്റ്റ് ചെയ്തത് അവിടേക്കാണ് നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത്. ആ ഫസ്റ്റ് പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന പോസ്റ്റിംഗ് ഉണ്ടല്ലോ, ഈവൻ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, അതൊന്നും ഈ ലാംഗ്വേജ് ഒട്ടും മാറ്റർ അല്ല കേട്ടോ. അതിന് പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതായിരിക്കും, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും, നമ്മൾ എന്താണ് ഹൈ പോസ്റ്റിൽ, അതായത് ഹൈ കമ്മീഷണർ എന്നുള്ള പോസ്റ്റ് വരെ എത്തുന്നതായിരിക്കും. പക്ഷെ അവിടെ ഒന്നും പിന്നെ ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. പക്ഷെ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക, ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് വരുന്ന സമയത്ത് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏറെക്കുറെ ഇപ്പോൾ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചും അതിൻ്റെ ലൈഫും ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നെക്സ്റ്റ് ഒരു സെഷനിൽ കാണുന്നത് വരെ ടാറ്റാ.